ബോട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ ഇച്ചിരി ഇവിടെ ഇച്ചിരി പൊക്കവും അവിടെ ഇച്ചിരി താഴ്ചയും ഉണ്ട്, അതുകൊണ്ട് ഇത്രയും ഒഴുക്ക്. ഇവിടെ മിറ്റുവിന്റെ മാലിത്ര റിസോർട്ട്. അങ്ങനെ പൊന്നുന്റെ ഒക്കെ വീട് എടുക്കാറായേ. തൊട്ടടുത്തായിരുന്നു, പക്ഷെ വള്ളത്തിലായോണ്ടേ ഇങ്ങനെ കറങ്ങി വരണം. മഴയാ, നല്ല മഴയാ. ഇവിടെയും കണ്ടോ വേസ്റ്റ് അടിഞ്ഞുകൂടി. എവിടെല്ലാം തടമുണ്ടോ അവിടെ എല്ലാം വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. ഒഴുക്കത്ത് ഇങ്ങനെ വന്ന് മോളയുടെ കഷ്ണങ്ങളൊക്കെ വന്ന് കൂടി കിടക്കുന്നത് കണ്ടോ. ഇതെല്ലാം വെള്ളമാണ്. ആ ശരിയാ, പറ്റത്തില്ല. അയ്യോ ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. പൊന്നാ ഇത്രയും വെള്ളമായി. നല്ലതാ വെള്ളം, കൊള്ളാല്ലേ. പൊന്ന റെഡിയാണോ പോവാൻ? കുറച്ച് കഴിഞ്ഞ് വരണമെന്ന് പറ, എല്ലാം പൊക്കി വെച്ചിട്ട്. ടാറ്റാ ടാറ്റാ ടാറ്റാ. എന്താ ഞാൻ ക്യാപ്പ് ചോദിച്ചേ. കൊടയോ? ആ തൊപ്പി. ടാറ്റാ. കഴിക്കണം എന്തേലും കേട്ടോ. ഇല്ലടാ ഞങ്ങൾ വരുന്നില്ലടാ. ചേച്ചി അതുണ്ടെങ്കിൽ ജീപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ കടയിൽ പോകുമ്പോൾ വിളിക്കാം. അല്ല ചേച്ചി അതിൽ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററാണോ അവിടെ പോകുന്നത്? പൊന്നിരിക്കുന്നുണ്ട്, ചെവി പൊത്തി പിടിച്ചേക്കുന്നുണ്ട് അവള്. അതാ പോച്ചക്കകത്ത് കയറി വെള്ളം. സ്പീഡ് കൂട്ടെ. പിന്നെ ഒഴുക്കാണ്, ആ ഒഴുക്കാകുമ്പോൾ വെള്ളം തിരിവായിരിക്കും. അത് ആ കടലിനകത്ത് കയറിപ്പോയത്. വെള്ളം ഇച്ചിരി പുറമോട്ട് എടുത്താൽ മതിയായിരുന്നല്ലേ. ഇതൊന്ന് പിടിച്ച്. എടാ ഇതെന്താ മീൻ കൊടുത്തു വിട്ടോ? അല്ല മീൻ എന്ത് ചെയ്യും? എന്നാൽ അതായിരിക്കും എങ്ങാണ്ട് പിടയ്ക്കുന്ന സൗണ്ട് കേട്ട്. രാവിലെ എന്നോട് പോകുന്നതെന്ന് പറഞ്ഞ പുള്ളിയാണ്. വന്നിറങ്ങ ഒരുങ്ങി നിൽക്കുമോ? നമ്മുടെ വീട്ടിലെ കുടംപുളികളൊക്കെയാണ് വന്ന് കിടക്കുന്ന. നോക്കിയേ,
അങ്ങനെ ഞങ്ങള് പൊന്നൂനെ നമ്മുടെ വീട്ടിലെത്തിച്ചു അല്ലേ പൊന്നു? എന്താ പോലെ അടങ്ങിയിരിക്കോ? വെള്ളമാണ് അപ്പൊ അടങ്ങിയിരിക്കണം.